ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാംഗോ സീസണൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതും വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കിടിലൻ പെർഫെക്ഷനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക, എന്നിട്ട് ട്രൈ ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. പൾപ്പ് നമുക്ക് മാറ്റാം. ഞാനിവിടെ ഇതിൽ നിന്ന് 2 ചെറിയ മാങ്ങ എടുത്തിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ളത് പൾപ്പ് എടുത്തിട്ട് വലിയ പീസാക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കാനുള്ളതാണ്. ഇതാണ് കേട്ടോ 2 ചെറിയ മാങ്ങ എടുത്തിട്ട് ക്യൂബ്സാക്കി വെച്ചത്. ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ 1/4 ഭാഗം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ബാക്കി ഭാഗം കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ 1/4 കപ്പ് വരെ ചേർക്കാം. മാങ്ങ ഓൾറെഡി മധുരമുള്ളതായിരിക്കും അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ മധുരം കൂടി തന്നെയല്ലേ ഉണ്ടാവില്ലേ. അതിനായിട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഇനി അടിച്ചെടുക്കുന്നത് ഞാൻ ബൗളിലേക്കൊന്നും മാറ്റുന്നില്ല, മിക്സിയുടെ ജാറിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 പാർട്സാക്കി വെച്ച മാംഗോ അവിടെ മാറ്റി വെക്കാം. ഇനി ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഇതാട്ടോ, ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു വിപ്പിംഗ് ക്രീം തന്നെയാണിത്. ഫിയോണയുടെ 1 കിലോഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. ഇതിലും കുറഞ്ഞ അളവിൽ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം തന്നെ വാങ്ങാനായിട്ട് നോക്കുക. 2 കപ്പ് ക്രീമാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മധുരം ഓൾറെഡി ക്രീമിലുണ്ട് കേട്ടോ, എന്നാലും നമ്മൾക്ക് കുറച്ച് ചേർക്കാനുണ്ട്. ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത ആൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇതിൽ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഇത് 1 കപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് 3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ തന്നെ ഒരു 3 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ബീറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ജ്യൂസാക്കി വെച്ച മാംഗോ പ്യൂരിയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ഇതിലേക്ക് ആഡാക്കിയാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കാത്തവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൾപ്പും അതുപോലെ മിൽക്ക് മെയ്ഡ് ഞാൻ 1/3 കപ്പിൽ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം എടുത്ത് വെക്കാം. ഈ ഒരു ലെവലിലാണ് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമും മാംഗോ മിക്സും റെഡിയായി കിട്ടേണ്ടത്. ഇതൊരു കുഴിയുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കണേ. എൻ്റെ കയ്യിൽ ഒരു പുഡിംഗ് ട്രേ മാത്രമാണ് ഉണ്ടായത്. കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നൊരു പാത്രം. നിങ്ങൾക്ക് കുറച്ച് കുഴിയുള്ള ബൗളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിത് അതുകൊണ്ട് തന്നെ 2 പാത്രത്തിലാണ് ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇതിലൊഴിച്ചിട്ടുള്ള ബാക്കി
ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പാത്രമൊക്കെ ഒന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിൽ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചതില്ലേ, അത് കുറച്ച് ഭാഗം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ പീസാക്കി വെച്ച മാംഗോ ഇല്ലേ, അതും കൂടി മുഴുവനായിട്ടും ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ കുറച്ചുകൂടി ബാലൻസ് ഞാൻ പഞ്ചസാര മിക്സ് ചെയ്ത് മാംഗോ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മേലെ ഒഴിച്ചു കൊടുത്ത് ഫൈനലായിട്ട് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടെങ്കിലും ഒന്ന് ഷേപ്പാക്കി എടുക്കും, ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വിപ്പിംഗ് ക്രീം ഞാൻ ഈ പറഞ്ഞ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുക. ഇതിലും കുറച്ച് കുഴിഞ്ഞ പാത്രം എടുക്കുന്നെങ്കിൽ മുഴുവനായിട്ടും നിങ്ങൾക്ക് ഈ പാത്രത്തിൽ തന്നെ ഒഴിച്ചെടുക്കാവുന്നതാണ്. എനിക്കിതാ കുറച്ച് ബാക്കി വന്നിട്ട് ഞാൻ വേറെ പാത്രം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുത്തു. കുറഞ്ഞത് 6 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക. കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഓവർനൈറ്റൊക്കെ വെക്കാവുന്നതാണ്. ഞാൻ ഓവർനൈറ്റാണ് കേട്ടോ വെച്ചത്. നൈറ്റ് ഉണ്ടാക്കി അപ്പോൾ മോർണിംഗിൽ ഓപ്പൺ ആക്കിയിട്ടാണ് ബാക്കിയുള്ള വീഡിയോസ്, അത് സെർവ് ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതാ ഷേപ്പാക്കി ഡിസൈൻ ചെയ്ത് ഈ ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മോർണിംഗിലുള്ള സീനാണ് കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് വെച്ച് രാവിലെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന സ്കൂപ്പർ. ഈ ഒരു ഷേപ്പ് സ്കൂപ്പർ ഇല്ലാത്തവർ ഈ ഒരു ഷേപ്പിലുള്ള തവി എടുത്താൽ മതി. സ്കൂപ്പറിൽ കോരിയെടുക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്കിതിൽ കോരിയെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ്സാക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നാലിനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.